ഇപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് മുന്നിൽ വന്നു. ഇപ്പോൾ വയനാടിന് വേണ്ടി ചെയ്യണം. ചില ആക്ടേഴ്സ് ആണെങ്കിലും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അങ്ങനത്തെ ന്യൂസൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്താ പറയാനുള്ളത്? എന്ത് ചെയ്യാന്ന് ഇവര് സെലിബ്രിറ്റീസ് എന്ത് ചെയ്താലും പ്രശ്നമാണ്. ചെയ്തില്ലെങ്കിൽ കുറ്റം, ചെയ്താൽ കുറ്റം, കൊടുത്ത എമൗണ്ട് കേട്ടല്ല, ഇത്തരം പോരാ, എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടതായിരുന്നു സോഷ്യൽ മീഡിയയില്. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പം അടുത്ത MP ആയിട്ട് ആളിങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പോൾ ആൾക്ക് ഓൾറെഡി തന്നെ BJP എന്ന് പറഞ്ഞിട്ട് പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ ബാക്കി നമുക്ക് എന്താ ചെയ്യാൻ വെച്ചത് അങ്ങനെയാണ് ആള് പറഞ്ഞത്. പക്ഷെ അതും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ ആള്, അപ്പൊ നമുക്ക് സത്യാവസ്ഥ അറിയില്ല. അപ്പൊ പലപ്പോഴും ആൾക്കാരൊന്നും അറിയാണ്ട് ചുമ്മാ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി അങ്ങനെ പറയുന്നതിലും ശരിയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊന്നും തോന്നിയിട്ടുണ്ടോ? സുരേഷ് ഗോപി പറഞ്ഞ കറക്റ്റാണ്. ജെന്യൂൻ ആവണം. ജെന്യൂൻ അല്ല. ഇപ്പൊ ലാലേട്ടനുള്ള പണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് കാശ് പോയിട്ടുണ്ട്. ജെന്യൂനാണ് ഉറപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. ഇപ്പൊ അഖിൽമാരാറും അങ്ങനെയാണ് ഇപ്പൊ ഒരു വീഡിയോയില് പറഞ്ഞത്. ആള് ഡയറക്ട്ലി ചെയ്തോളാം, വീട് പണിത് കൊടുക്കാം, ഗവൺമെന്റ് ഫണ്ടിലോട്ടൊന്നും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുടെ എതിരെയും പലരും അറ്റാക്ക് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സൈബർ അറ്റാക്ക്. പക്ഷെ അവരെടുക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു മനോഭാവം ആൾക്കാർ പലതും കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നതൊക്കെ ശരിയാന്ന് തോന്നിയിട്ടുണ്ടോ? വളച്ചൊടിക്കാറുണ്ട് പലതും. നമ്മൾ നല്ല ഉദ്ദേശിച്ച് ചെയ്താലും വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ട്. പകൽമാരാണ് കുറച്ച് നേരത്തെ മുന്നേ അതിനെ പറ്റി ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ നമ്മൾ പബ്ലിഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും അറിയാതെ ചെയ്യുന്നതാണ് കാര്യം. അങ്ങനെയും ചെയ്യുന്നവരുണ്ടാവാം. ശരിക്കും അതാണ് റിയൽ ചാറ്റ് വർക്ക്. അതേപോലെ ആള് ഫോട്ടോ ഇട്ടായിരുന്നു, സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അതിന്റെ ഇടയിലും ആൾക്കാർ സെയിം പോലെ എന്തിനങ്ങനെ പബ്ലിക്, മലയാളികളുടെ നാവ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ തന്നെ വേറെ സ്ഥലത്താണ് ഇത്ര വൈറലായെങ്കിൽ ഇന്റലക്ച്വലായ ബുദ്ധിജീവിയിലായി മാറിയാണ്. ഇവിടുത്തെ ആൾക്കാരെ എന്നെ കോമാളിയാക്കി. കാരണം ഇവിടുത്തെ ആളുകളുടെ മനസ്സതാണ്, അവരാരും അംഗീകരിക്കില്ല. അതാ ഞാനും ചോദിച്ചത്. ഒരു ഇന്റലക്ച്വൽ ആയിട്ട് അങ്ങനെ ഇന്റർനെറ്റ് സെലിബ്രിറ്റി ഡ്രസ്സല്ല, അവരെല്ലാം ഇന്റർനെറ്റ് സെലിബ്രിറ്റി അങ്ങനെ പോണ്ടാണ്. വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങനെ ആയേനെ. ഇവിടുത്തെ ആൾക്കാരെ എന്നെ കോമാളിയാക്കി. ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റൈൻ ശ്രമിച്ചു ഞാൻ ചാർലി ചാപ്ലിൻ എന്നായി. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സൈഡ് ഇപ്പോ സന്തോഷേട്ടന് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അത് ഒരു സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാർ മാസാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത ആൾക്കാർ, ചിന്തിക്കാത്ത ആൾക്കാർ. ഈ ക്ലാസ് എന്ന് പറഞ്ഞ ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ. അവർക്ക് എന്നെ അറിയാം. ഇപ്പൊ ഈ വിവേകാനന്ദ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നോൺ ബൈ മെനി അണ്ടർസ്റ്റുഡ് ബൈ ഫ്യൂ. എന്നെ എല്ലാവർക്കും അറിയാം. ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ആ ക്ലാസ് ഓഡിയൻസിന് ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചില ഇന്റർവ്യൂകൾ കണ്ടിട്ട് പോസിറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്, വഴി വെച്ച് കാണുമ്പോൾ എല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഇന്റലക്ച്വൽ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ ട്രോളിലാണ് നമ്മൾ കോമാളിയെ മാറിയത് മെയിൻലി. പിന്നെ ആദ്യകാലത്ത് വീഡിയോസ് അല്ല ഒരാളുടെ പുറകെ നിൽക്കുന്നത് പറ്റില്ല. എന്നാലും നമ്മളത് ഭയങ്കര ഡൈയാൻ പോലെ കൊണ്ട് ഒരു നാച്ചുറലായിട്ട് ചെയ്തതാണ്. പിന്നെ ഈ മലയാളികളുടെ കുഴപ്പമാണ്, ഉറങ്ങുന്നവരാണ് കുഴപ്പമില്ല, ഉണർത്താം. ഇത് ഉറക്കം നടിക്കുന്നവരാണ്. ഇല്ല, ഇപ്പൊ വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ പിറകെ നടക്കുന്നതല്ല. അപ്പൊ ഞാനും കണ്ടിട്ടുണ്ട് കുറെ വീഡിയോസില്, ഇപ്പൊ ആക്ട്രസിന്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാരും മാനിപ്പുലേറ്റീവ് ആണ്. അവര് മാന്യമായിട്ട് അവര് ഫ്രീ ആകുമ്പോ പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പൊ അത് മാനിപ്പുലേറ്റ് ഇപ്പൊ പലപ്പോഴും അങ്ങനെ ഞാൻ പറയാത്ത പല കാര്യം. ഒരിക്കൽ നിഖില വേമിനടുത്ത് ഞാൻ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിഖില വേമിൽ വയറ് നിറച്ച് കൊടുത്തു പോകും. അവർ മര്യാദയ്ക്ക് സംസാരിച്ചതാ. പലപ്പോഴും പറഞ്ഞിട്ട് വേറെ എന്നെ കൂടെ പഠിച്ച ഒരു ആക്ടർ നല്ല അഭിനയം പറഞ്ഞപ്പോൾ ഇവർ വേറെ ഇല്ലിട്ടിരുന്നത്. പക്ഷെ അതല്ല, അവരുടെ ജീവിത കുഴപ്പത്തിന് അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. കാരണം നെഗറ്റീവേ ആൾക്കാരെ കാണും, അതിന് വേണ്ടിയാണ്. ഇപ്പം ഞാനും നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. കാരണം റീച്ച് കിട്ടുന്ന നെഗറ്റീവ് കാര്യങ്ങൾക്കാണ്. പോസിറ്റീവ്സ് മോഹൻലാൽ വീഡിയോ ചെയ്യുന്ന ആരും കാണില്ല. കാരണം മോഹൻലാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞ രീതിയാണല്ലോ, എല്ലാവരും കാണും. അപ്പോൾ ഇതിൻ്റെ മീഡിയയുടെ കുഴപ്പം നമ്മുടെ കുഴപ്പമൊന്നും അല്ല, ആളുകളുടെ കുഴപ്പമാണ്.